ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്സസ് അറ്റ് രാധിക റിനീഷ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 ഇക്വാലൻസി സ്റ്റുഡൻസിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മദേഴ്സ് ഡേ എന്ന് പറഞ്ഞ ഒരു വൺ ആക്ട് പ്ലേ ആണ്. അത് എഴുതിയ റൈറ്റർ JB പ്രീസ്ലി. സോ അബൌട്ട് ദി ഓതർ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു നമ്മുടെ JB പ്രീസ്ലി. ഹി വാസ് ആൻ ഇംഗ്ലീഷ് റൈറ്റർ ആൻഡ് ഡ്രാമാറ്റിസ്റ്റ്. അല്ലെ, ഒരു ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഒരു റൈറ്ററും അതുപോലെ തന്നെ ഡ്രാമാറ്റിസ്റ്റും, നാടകങ്ങൾ എഴുതുന്ന ആളുമായിരുന്നു JB പ്രീസ്ലി. ഹി റോട്ട് പ്ലേസ്, നോവൽസ് ആൻഡ് എസ്സേസ്. അല്ലെ, അപ്പോൾ ഡ്രാമ മാത്രമല്ല, നോവലും എസ്സേ ഒക്കെ എഴുതിയിരുന്നു. ഹിസ് വർക്ക്സ് ഓഫൻ ടോക്ക് അബൌട്ട് സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ഫാമിലി റിലേഷൻഷിപ്സ്. അപ്പൊ എന്തിനൊക്കെ പറ്റിയായിരുന്നു JB പ്രീസ്ലി എഴുതിയിരുന്നത്? സോഷ്യൽ ഇഷ്യൂസ്, അല്ലെ, അതായത് സമൂഹത്തിലുള്ള പ്രോബ്ലംസ്, അല്ലെ, ഒരുപാട് ഇഷ്യൂകൾ ഉണ്ട്, അല്ലെ, അതായത് റേസിസം, കാസ്റ്റിസം, ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ കാസ്റ്റിസം, അപ്പൊ ഇംഗ്ലീഷ് റൈറ്റർ ആണെങ്കിൽ റേസിസം, അതുപോലെ തന്നെ ജെൻഡർ ഇഷ്യൂസ്. ജെൻഡർ ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ അല്ലെങ്കിൽ തേർഡ് ജെൻഡർ, അല്ലെ, ഇപ്പൊ സ്ത്രീയും പുരുഷനും അല്ലാതെ ട്രാൻസ്ജെൻഡർ, അങ്ങനെ ഒരു തേർഡ് ജെൻഡേഴ്സ് ആർ ഓൾസോ ദർ. അപ്പൊ അവരുടെയൊക്കെ വിവേചനങ്ങൾ, ഇതൊക്കെയാണ് JB പ്രീസ്ലി തൻ്റെ കഥകളിലൂടെയും എസ്സേകളിലൂടെയും ഒക്കെ ഡ്രാമകളിലൂടെയും ഒക്കെ പുറത്തു കൊണ്ടുവന്നിരുന്നത്. അതുപോലെ തന്നെ ഫാമിലി റിലേഷൻഷിപ്സ്, ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി റിലേഷൻഷിപ്സ്, അല്ലെ, അതായത് അച്ഛനും മക്കളും അല്ലെങ്കിൽ അമ്മയും മക്കളും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്സ്, അതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെ, എന്തൊക്കെയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ അതിൽ ഓരോരുത്തരും ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് JB പ്രീസ്ലി സാധാരണയായിട്ട് എഴുതാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പ്ലേയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാ നോക്കാം. മിസ്സിസ് പിയാസൺ പറഞ്ഞാൽ എ കൈൻഡ് ലവിങ് മദർ ബട്ട് വീക്ക് ആൻഡ് ഇഗ്നോർഡ് ബൈ ഫാമിലി, അല്ലെ. ഇപ്പൊ നമുക്ക് ഈ മിസ്സിസ് പിയേഴ്സനെ നമുക്ക് പല ആളുകളിലും കാണാൻ പറ്റും. നമ്മുടെ ഫാമിലിയിലൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ അമ്മമാര്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു കുറച്ചൊരു ഇക്വാലൻസി ആണല്ലോ പഠിക്കുന്നത്, അപ്പൊ കുറച്ച് ഗ്രോണപ്സ് ആയിട്ടുള്ള മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണ്, വളരെ ലവിങ് മദറാണ്. അതായത് അവർ വിചാരിക്കുന്നത് ഷീ ഈസ് ദ സെന്റർ ഓഫ് ദ ഫാമിലി, ഷീ ഹാസ് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ്, അല്ലെ, എല്ലാം താനാണ് നോക്കി നടത്തേണ്ടത്, കാരണം കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തനിക്കാണെന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരു ടൈപ്പ് മദറാണ് നമ്മുടെ മിസ്സിസ് പിയാസൺ. പക്ഷേ ബാക്കിയുള്ള ആളുകളോ, ഓക്കെ, ഫാമിലിയിലുള്ള ബാക്കിയുള്ള ആളുകൾ ഇഗ്നോർഡ് ഹെർ, അല്ലെ, അവള് പരിഗണിക്കുന്നില്ല. ഇതൊക്കെ അവള് ചെയ്യുന്നു, ഓക്കെ, ബിക്കോസ് ഷീ ഈസ് ദ മദർ, അല്ലെ, എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ബാക്കിയുള്ള അംഗങ്ങൾക്ക്, ഫാമിലി മെമ്പേഴ്സിന്. മിസ്സിസ് പിയാസൺ, ഓക്കെ, മിസ്റ്റർ പിയാസൺ, ഓക്കെ, ഇനി അവരുടെ ഹസ്ബൻഡ് ആണ് മിസ്റ്റർ പിയാസൺ. ഹർ ഹസ്ബൻഡ് സെൽഫിഷ് ആൻഡ് കെയർലെസ്, അല്ലെ. അപ്പോ ഹി ഈസ് സെൽഫിഷ്, കാരണം എന്താണ്, അയാളുടെ കാര്യം മാത്രമാണ് നോക്കുന്നത്, ഭാര്യയുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ്, വീട്ടിലുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് എന്താണ്, ഭയങ്കര സെൽഫിഷ് ആയിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, സ്വന്തം കരിയർ ഫോക്കസ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ദെൻ ഡോറിസ്, ഡോട്ടർ, അല്ലെ, ഇവരുടെ മകളാണ് ഡോറിസ്, അല്ലെ. ഡോറിസ് എങ്ങനെയാണ്, റൂഡ് ആൻഡ് ഡിസ്റെസ്പെക്ട്ഫുൾ, സ്വന്തം അമ്മയോടായ പോലും ഒരു രീതിയിൽ, നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ് ഡോറിസ്. ദെൻ സിറിൽ അവരുടെ മകനാണ്. ലേസി ആൻഡ് പ്രൗഡ്, അല്ലെ, വളരെ മടിയനാണ്, പക്ഷെ ഭയങ്കര അഹങ്കാരാണ് നമ്മുടെ സിറിലിന്. ദെൻ മിസ്സിസ് ഫിറ്റ്സെറാൾഡ്, ഓക്കെ, മിസ്സിസ് ഫിറ്റ്സെറാൾഡ് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ട്രോങ് ആൻഡ് ബോൾഡ് വുമൻ ഹെൽപ്സ് മിസ്സിസ് പിയാസൺ. വളരെ നല്ല കുറച്ച് തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയാണ്, കുറച്ചൊക്കെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവര് നമ്മുടെ മിസ്സിസ് പിയേഴ്സനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്, അല്ലെ, ഒരു പ്ലേ ആണല്ലോ, അപ്പൊ അതിനൊരു സ്റ്റേജ് സെറ്റിംഗ് വേണം. അപ്പൊ സെറ്റിംഗ് എവിടെയാണ്, ദ ലിവിംഗ് റൂം ഓഫ് ദ പിയേഴ്സൺ ഫാമിലി ഹൗസ്, അല്ലെ, പിയേഴ്സൺ ഫാമിലിയുടെ ലിവിംഗ് റൂമാണ് നമ്മുടെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്രാമ നടക്കുന്നത് അവിടെയാണ്. ഇനി സമ്മറി നോക്കൂ, എന്താണ് സമ്മറി? Mother's Day is one act play by JB Priestley that highlights the importance of mothers and the need for respect within the family.
അപ്പൊ ഈ ഒരു ഡ്രാമയിലൂടെ JB പ്രീസ്ലി എന്താ പറയുന്നത്? മദേഴ്സ് ഡേ അല്ലെ, അമ്മമാർക്ക് ഒരു ദിവസം ഉണ്ട്, അതുകൊണ്ട് അമ്മമാരെ റെസ്പെക്ട് ചെയ്യണം, അവരുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അവരുടെ പ്രാധാന്യം എന്താണ്, അതുപോലെ തന്നെ എന്തിനാണ് അവരെ റെസ്പെക്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അല്ലെ, ഈ കാര്യങ്ങളൊക്കെയാണ് JB പ്രീസ്ലി പറയുന്നത്. The play takes place in the Pearson family's living room. നമ്മൾ പറഞ്ഞു സെറ്റിംഗ് പ്ലേസ് ഈ പിയേഴ്സൺ ഫാമിലിയുടെ ലിവിംഗ് റൂം ആണ്. ഓക്കെ, സ്റ്റേജിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഡ്രാമയാണല്ലോ. മിസ്സസ് പിയേഴ്സൺ ഈസ് എ കൈൻഡ്, ലവിംഗ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ഹൗസ് വൈഫ്. മിസ്സസ് പിയേഴ്സൺ ആണ് സെൻട്രൽ ക്യാരക്ടർ അല്ലെ, മെയിൻ ക്യാരക്ടർ, പ്രൊട്ടാഗണിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ അവര് എന്താണ്, അവര് വളരെ കൈൻഡ് ആയിട്ടുള്ള അല്ലെ, വളരെ ദയവുള്ള, സ്നേഹമുള്ള, ഹാർഡ് വർക്കിംഗ് അല്ലെ, പറഞ്ഞു കഴിഞ്ഞാൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു ഹൗസ് വൈഫാണ്. ഷീ സ്പെൻഡ്സ് ഓൾ ഹെർ ടൈം കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർ ഫാമിലി. അല്ലെ, സാധാരണ ഹൗസ് വൈഫുകളുടെ ഡ്യൂട്ടി പോലെ തന്നെ ഫുൾ ടൈം കുക്ക് ചെയ്യുക, ക്ലീൻ ചെയ്യുക അല്ലെ, വീട് നേരെ നോക്കുക, ഇതൊക്കെ തന്നെയാണ് അവളുടെ ജോലി. However, her husband, Mr. Pearson, and her children, Doris and Cyril, do not respect her. ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പട്ടിപ്പണി എടുത്തു കഴിഞ്ഞാലും ഹസ്ബൻഡും മക്കളൊന്നും അവളെ റെസ്പെക്ട് ചെയ്യുന്നില്ല, ബഹുമാനിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതൊക്കെ അവളുടെ ഡ്യൂട്ടിയാണ്, അവൾ ചെയ്തിരിക്കേണ്ടതാണ്. അതിലിപ്പോ എന്താ എത്ര അത്ഭുതപ്പെടാനുള്ളത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവളുടെ ഹസ്ബൻഡിനും അതുപോലെ തന്നെ മക്കൾക്കും. They treat her like a servant and order her about without considering her feelings. എല്ലാ കാര്യങ്ങളും ഒരു സെർവന്റിനെ പോലെയാണ് അല്ലെ, വീട്ടിലെ വേലക്കാരി അല്ല, കുക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഉള്ള ഒരു വേലക്കാരിയെ പോലെയാണ് അവളെ കാണുന്നത്. അതുപോലെ തന്നെ അവളുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്യുകയാണ്. ഓക്കെ, അവളൊരു വേലക്കാരിയാണ്, അതുകൊണ്ട് തന്നെ അവൾ ഇതൊക്കെ ചെയ്യേണ്ടവളാണ് എന്നുള്ള മട്ടിലാണ് അവര് they are ordering things to her. They often speak rudely to her and make her feel unimportant and unhappy. അല്ലെ, എന്നാലോ സംസാരിക്കുന്നതോ വളരെ റൂഡായിട്ട് അല്ലെ, പരുക്കനായിട്ടുള്ള ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്, ഒരു ദയയും അവൾക്ക് കൊടുക്കാറില്ല. ആൻഡ് മേക്ക് ഹെർ ഫീൽ അൺഇമ്പോർട്ടൻറ്റ് അല്ലെ, അത് അവളുടെ ജീവിതം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സ്ത്രീയുടെ ജീവിതം എങ്ങനെയായിരിക്കും, ഹാപ്പി ആവോ? ഒരിക്കലും ഇല്ല അല്ലെ. അതുപോലെ തന്നെ അവൾക്ക് തോന്നുകയാണ് അവളുടെ ജീവിതം വളരെ അൺഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാനൊരു സ്ലേവ് ആണ്, നമുക്ക് സ്വയം തോന്നുകയാണ്. അപ്പൊ അത് അവളുടെ ജീവിതത്തെ അൺഹാപ്പി ആക്കി മാറ്റുന്നു അല്ലെ. ഷീ ഈസ് നോട്ട് ഹാപ്പി വിത്തിൻ ഹെർ ഫാമിലി. Mrs. Fitzgerald, a neighbor and friend of Mrs. Pearson, visits the house. അങ്ങനെ അവരുടെ ഒരു ഫ്രണ്ട് ആണ്, അതുപോലെ തന്നെ നെയ്ബർ ആണ് അല്ലെ. ആര്? മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്, അടുത്ത് താമസിക്കുന്ന സ്ത്രീയാണ്. അപ്പൊ അവരൊരു ദിവസം നമ്മുടെ മിസ്സിസ് പിയേഴ്സനെ കാണാൻ വരികയാണ്. ഷീ ഈസ് എ സ്ട്രോങ്, കോൺഫിഡന്റ് ആൻഡ് ഔട്ട്സ്പോക്കൺ വുമൺ. നമ്മുടെ മിസ്സിസ് പിയേഴ്സന്റെ പോലെയല്ല, മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് എങ്ങനെയാണ്, ഭയങ്കര കോൺഫിഡന്റ് ആണ്, സ്ട്രോങ് ആണ്, അതുപോലെ എന്തും തുറന്നു പറയുന്ന പ്രകൃതക്കാരിയാണ്. She notices how badly Mrs. Pearson is treated by her family. അപ്പൊ അവള് വന്നിട്ട് ശ്രദ്ധിക്കുകയാണ്, അതായത് മക്കളൊക്കെ എങ്ങനെയാണ് മിസ്സിസ് പിയേഴ്സനോട് പെരുമാറുന്നത്, അവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒബ്സർവ് ചെയ്യാണ് ആര്? നമ്മുടെ മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. Mrs. Fitzgerald believes that Mrs. Pearson's family behaves this way because she is too gentle, forgiving അല്ലെ. എന്താണ്, അപ്പൊ മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് പറയാണ്, ഈ മറ്റുള്ള, അതായത് ഹസ്ബൻഡും മക്കളൊക്കെ എത്ര റൂഡായിട്ട് ഇവരുടെ അടുത്ത് പെരുമാറാൻ കാരണം എന്താണ്? ഇവള് വല്ലാതെ പാവായതുകൊണ്ടാണ്, അതുപോലെ തന്നെ എല്ലാം ക്ഷമിക്കുന്നത് കൊണ്ടാണ്, forgiving അല്ലെ, എല്ലാം ക്ഷമിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് അവരിങ്ങനെ തലയിൽ കയറുന്നത് എന്നൊക്കെ പറയുകയാണ് ആര്? മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. To teach them a lesson, Mrs. Fitzgerald uses magic and exchanges her personality with Mrs. Pearson. അങ്ങനെ ഇതുവരെ ഒരു പാഠം പഠിപ്പിക്കണം, ഹസ്ബൻഡിനെയും മക്കളെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ഒരു മാജിക് പ്രയോഗിക്കുകയാണ്. അപ്പൊ മാജിക്കിൽ എങ്ങനെയാണ്, ഫിറ്റ്സ്ജെറാൾഡിന്റെ പേഴ്സണാലിറ്റി ആർക്ക് കൊടുക്കുകയാണ്? മിസ്സിസ് പിയേഴ്സൺ. അപ്പൊ മിസ്സിസ് പിയേഴ്സൺ ഇപ്പൊ എങ്ങനെയായി? സ്ട്രോങ്, കോൺഫിഡന്റ് ആൻഡ് ഔട്ട്സ്പോക്കൺ. അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ഭാവമൊക്കെ മാറി ഇപ്പൊ.
After the exchange, Mrs. Pearson becomes bold, confident and fearless. അല്ലെ? അപ്പൊ ഫിറ്റ്സെറാൾഡിന്റെ പോലെ ആ പേഴ്സണാലിറ്റി കിട്ടിയ ആർക്ക്? നമ്മുടെ മിസസ് പിയാസൺ. അതുകൊണ്ട് തന്നെ അവര് വളരെ ബോൾഡും കോൺഫിഡന്റും പേടിയില്ലാത്തവളൊക്കെ ആയി മാറി. ആൻഡ് ഷീ സ്പീക്സ് ഫേർമലി ആൻഡ് ക്ലിയർലി. അല്ലെ? അങ്ങനെ ഹസ്ബൻഡും മക്കളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയാൻ തുടങ്ങി. അതുപോലെ ഫേം ആയിട്ട് അല്ലെ, വളരെ ഉറച്ച സ്വരത്തിൽ തന്നെ അവരെ എതിർക്കാൻ തുടങ്ങി. She openly scolds her husband and children for their selfish behavior. അപ്പോ അവരുടെ ഹസ്ബൻഡിന്റെയും അതുപോലെ തന്നെ കുട്ടികളുടെയൊക്കെ ആ ഒരു സ്വാർത്ഥ സ്വഭാവം, അവർക്ക് അവരുടെ കാര്യം ഇവളെ ഒരു വേലക്കാരിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെതിരെയൊക്കെ അവൾ അവരെ ചീത്ത പറയാൻ തുടങ്ങി. She reminds Mr. Pearson of his laziness and lack of responsibility. അപ്പോ ഈ മിസ്റ്റർ പിയാസൺ വളരെ ലേസിയാണ്, അതായത് മടിയനാണ്. വീടിനെ പറ്റി വലിയ ചിന്തയൊന്നുമില്ല, കുറച്ച് ഉത്തരവാദിത്വ കുറവൊക്കെ ഉണ്ട്, വീട്ടിലെ കാര്യങ്ങളൊന്നും വല്ലാതെ നോക്കില്ല, കാരണം എല്ലാറ്റിനും മിസ്സസ് പിയാസൺ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ ആയ പറ്റില്ല, യു ഹാവ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ ഒരുപാട് ഉപദേശിച്ചു. She also criticizes Doris for being rude and Cyril for being careless and irresponsible. അതുപോലെ തന്നെ ഡോറിസ് ഭയങ്കര റൂഡാണ്, അവരുടെ ലാംഗ്വേജ് ഒക്കെ ഭയങ്കര മോശം ലാംഗ്വേജിലാണ് അവൾ സംസാരിച്ചിരുന്നത്. അപ്പൊ അതിനെതിരേക്ക് അവള് അവളുടെ അടുത്ത് സംസാരിച്ചു, മകളുടെ അടുത്ത്. അതുപോലെ സിറിൽ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കെയർലെസ് ആൻഡ് ഇറിസ്പോൺസിബിൾ അല്ലെ, ഒരു ഉത്തരവാദിത്വം ഇല്ല, ലേസിയാണ്, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു പയ്യനാണ്. അപ്പൊ അവനെയൊക്കെ കുറെ ചീത്ത പറഞ്ഞ് നേരെയൊക്കെയാണ്. Her strong words shock and frighten the family members. അപ്പൊ ഇത്ര കാലം നമ്മുടെ മിസ്സസ് പിയാസൺ ഇങ്ങനത്തെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. അപ്പൊ പെട്ടെന്ന് ഇവളുടെ ഈ വർത്തമാനം കേട്ടപ്പോ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ, അതായത് ഹസ്ബൻഡും മക്കളൊക്കെ വളരെ ഷോക്ക്ഡ് ആയി. Mrs. Pearson, Doris and Cyril are confused and scared by this sudden change. അതുപോലെ തന്നെ ഹസ്ബൻഡും മക്കളൊക്കെ വളരെ ഷോക്ക്ഡ് ആയി, കൺഫ്യൂസ്ഡ് ആയി, ഇത് എന്താ ഇപ്പൊ ഇവർക്ക് പറ്റിയത് അല്ലെ, ഇത്ര പെട്ടെന്നുള്ള സഡൻ ചേഞ്ച് അല്ലെ, ഈ പെട്ടെന്നുള്ള മാറ്റം അവരെ സ്കെയർഡ്, പേടിപ്പെടുത്തി. അതുപോലെ തന്നെ അവർക്ക് കൺഫ്യൂസ്ഡും ആയി. They begin to realize how badly they have treated Mrs. Pearson all these years. അങ്ങനെ അവർക്ക് മനസ്സിലായി നമ്മൾ എത്ര ക്രൂരന്മാരായിരുന്നു, എത്ര മോശമായിട്ടാണ് ഈ മിസ്സസ് പിയാസനെ അല്ലെങ്കിൽ അവരുടെ അമ്മയെ അല്ലെങ്കിൽ വൈഫിനെ ട്രീറ്റ് ചെയ്തിരുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. They feel ashamed of their behavior and understand that they have hurt her deeply. അങ്ങനെ അവർക്ക് മനസ്സിലായി ഒരുപാട് അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലെ, അതുകൊണ്ട് അവർക്ക് അവരുടെ പ്രവൃത്തികളെ പറ്റി ആലോചിച്ച് തന്നെ വളരെയധികം ashamed അല്ലെ, ലജ്ജ തോന്നുകയാണ് ചെയ്യുന്നത്. Seeing that the lesson has been learned, Mrs. Fitzgerald changes the personalities back to normal. അങ്ങനെ ആ സമയത്ത് നമ്മുടെ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡ് വരികയാണ്. നേരത്തെ ആ പേഴ്സണാലിറ്റി കൊടുത്ത ഫ്രണ്ട് ഉണ്ടല്ലോ, അവർ തിരിച്ചു വരികയാണ്. അപ്പൊ അവര് മനസ്സിലാക്കി എല്ലാം മാറി അല്ലെ, ഇവരുടെ ഫാമിലി ഭയങ്കര ഓക്കെ ആയി. Now they began to respect their mother അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ മനസ്സിലാക്കി. അപ്പൊ അവള് വീണ്ടും പേഴ്സണാലിറ്റി മാറ്റുകയാണ്. അപ്പൊ അതായത് ഇപ്പൊ മിസ്സസ് ഫിറ്റ്സ്ജെറാൾഡിന്റെ പേഴ്സണാലിറ്റി ആർക്കാണുള്ളത്? മിസ്സസ് പിയാസന് അല്ലെ. അപ്പൊ അത് വീണ്ടും സ്വിച്ച് ഓൺ ചെയ്യാണ്. Then Mrs. Pearson becomes gentle again, but now her family understands her value. അപ്പോ നമുക്കറിയാം അവള് ഭയങ്കര ജെന്റിൽ, വളരെ പാവമായിട്ടുള്ള ഒരു പ്രകൃതാണ് അല്ലെ, വളരെ ക്ഷമാശീലയാണ്. പക്ഷെ ഫാമിലി മെമ്പേഴ്സിന് അവളുടെ വില മനസ്സിലായപ്പോ അവരെന്ത് ചെയ്യാണ്, അവളെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ അവളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാണ്. They promise to respect her, speak kindly to her and treat her with love and care. അല്ലെ, അപ്പൊ ഇനി ഞങ്ങൾ എന്നും നിങ്ങളെ നല്ല രീതിയിൽ നോക്കും, അതുപോലെ തന്നെ എന്താ പറയാ, റെസ്പെക്ട് ചെയ്യും അല്ലെ, ബഹുമാനിക്കും, അതുപോലെ തന്നെ സ്നേഹിക്കും എന്നൊക്കെ ഉറപ്പ് കൊടുക്കുകയാണ് മിസ്സിസ് പിയാസന് ഫാമിലി മെമ്പേഴ്സ്. Thus, the play ends on a happy note, conveying the message that mothers should never be taken for granted and that respect and equality are essential in family life. അല്ലെ, അപ്പോ ഇതിന്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ പ്ലേ അവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. എൻഡ് ചെയ്യുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ്, ഹാപ്പി എൻഡിങ് ആണ്. കാരണം എല്ലാവരും നേരെ അല്ലെ, മക്കളും ഹസ്ബൻഡ് ഒക്കെ ഇവളെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി മിസ്സസ് പിയേഴ്സനെ. അപ്പൊ ഒരു ഹാപ്പി എൻഡിങ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അമ്മമാരെ അവരും മനുഷ്യന്മാരാണ്
അല്ലെ? അവരും ലവും കെയർ ഒക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അല്ലാതെ അമ്മയാണ് ഞങ്ങളെങ്ങനെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ മരിക്കോളം അവർ നമ്മളെ മാത്രം ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, അത് അവരുടെ ഡ്യൂട്ടി ആണെന്ന് വിചാരിക്കരുത്. അവർക്കും ഇതുപോലെ തന്നെ ദയയും അനുകമ്പയും ഒക്കെ വേണം, അല്ലെങ്കിൽ റെസ്പെക്റ്റ് വേണം. അതുപോലെ തന്നെ അവരും ഈക്വൽ മെമ്പർ ആണ് ഇൻ അവർ ഫാമിലി. അപ്പൊ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ JB പ്രീസ്ലി ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ പ്ലേയുടെ മെയിൻ തീംസ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻസ് ഓഫ് മദേഴ്സ്, അല്ലെ? അമ്മമാരുടെ വീട്ടിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ദേ ആർ എന്നുള്ളതാണ് പറയുന്നത്. റിസ്പെക്ട് വിത്തിൻ ദ ഫാമിലി, ഫാമിലി മെമ്പേഴ്സ് ഓരോരുത്തരും പരസ്പരം റിസ്പെക്ട് ചെയ്യണം, ബഹുമാനിക്കണം. ജെൻഡർ ഈക്വാലിറ്റി, അല്ലെ? ഇവിടെ അച്ഛനായതുകൊണ്ട് ഒരു പണി എടുക്കണ്ട, ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, അമ്മ ആയതുകൊണ്ട് കുറെ കഷ്ടപ്പെടണം. അപ്പൊ അങ്ങനത്തെ ഒരു വേർതിരിവ് പാടില്ല. ഫാമിലിയിൽ ജെൻഡർ ഈക്വാലിറ്റി നിർബന്ധമാണ്, അല്ലെ? സ്ത്രീ പുരുഷ അല്ലെങ്കിൽ തേർഡ് ജെൻഡർ ആണെങ്കിൽ അവർ ലിംഗസമത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ റോൾ ഓഫ് വിമൻ ഇൻ ദ ഹോം, സ്ത്രീകളുടെ സ്ഥാനം വീട്ടിൽ, അല്ലെ? വെറും അടുക്കളയിലല്ല, അല്ലെങ്കിൽ തുണിയലക്കലല്ല സ്ത്രീകളുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? അവർക്കും അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഡ്രീംസ് ഉണ്ടാവാം, അല്ലെങ്കിൽ കുറെ അവരുടെ കരിയർ അവർക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടാവാം. അപ്പൊ അതൊക്കെ മറ്റ് ഫാമിലി മെമ്പേഴ്സ് മനസ്സിലാക്കുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ ഈ പ്ലേയുടെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മദേഴ്സ് ഷുഡ് നോട്ട് ബി ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അമ്മമാര് ഒരുപാട്, അമ്മ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൊതുവേ ഉണ്ടല്ലോ, പണ്ട് മുതലേ ആളുകൾ പറഞ്ഞിട്ടുണ്ടാക്കിയ ഒരു ശീലാണ്. അമ്മ എന്ന് പറഞ്ഞാൽ എല്ലാം സഹിക്കേണ്ടവളാണ്, മക്കളെ നല്ല രീതിയിൽ വളർത്തേണ്ടവളാണ്. ഒരുപാട് മിസ്കോൺസെപ്റ്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിൽ മനസ്സിലാക്കുന്നില്ല, അമ്മ എന്ന് പറഞ്ഞാൽ അവരും ഒരു മനുഷ്യ സ്ത്രീയാണ്. നമ്മുടെ അതേ വികാരങ്ങളും വിചാരങ്ങളും പെയിനും റിസ്പെക്റ്റും ഒക്കെ അവർക്ക് വേണം, അല്ലെ? എല്ലാ ഇമോഷൻസും അവർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കെയറും എല്ലാ സംഭവങ്ങളും അവർക്കും ആവശ്യമുണ്ട്, അല്ലെ? അപ്പോൾ എവറി ഫാമിലി മെമ്പർ ഡിസേർവ്സ് റെസ്പെക്ട് ആൻഡ് കെയർ, അല്ലെ? എല്ലാവർക്കും റെസ്പെക്റ്റും കെയറും വേണം എന്നുള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അത് അവകാശമുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ ഫാമിലിയിൽ കണ്ടിട്ടുണ്ടാവും, ആർക്കെങ്കിലും വയ്യാതെ ആയിക്കഴിഞ്ഞാൽ അമ്മമാർ അവരെ ശുശ്രൂഷിക്കും. അമ്മയ്ക്ക് വയ്യാതെ ആയാലോ ആരെങ്കിലും ശുശ്രൂഷിക്കാൻ മെനക്കെടാറുണ്ടോ? അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നല്ല ആളുകളാണ്, അല്ലെങ്കിൽ അത് അവരുടെ ഡ്യൂട്ടിയാണ്, അല്ലെ? അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, അമ്മമാർക്ക് വയ്യാന്ന് പറഞ്ഞാൽ തന്നെ ചില മക്കൾക്ക് ദേഷ്യമാവും. കാരണം ഇനി ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ആരെടുക്കും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ട്. പക്ഷെ അങ്ങനെയല്ല, അമ്മയ്ക്കും വയ്യാതെ ആവാം. അപ്പൊ അമ്മ നമ്മളെ നോക്കിയ പോലെ നമ്മളും തിരിച്ച് അമ്മയെ റെസ്പെക്ട് ചെയ്യണം, കെയർ ചെയ്യണം. വിമൻ മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ഈക്വൽസ്, നോട്ട് സെർവൻസ്. സ്ത്രീകളുടെ സ്ഥാനം എങ്ങനെയാണ്? അവര് ഫാമിലിയിലെ ഈക്വൽ മെമ്പർ ആണ്, അല്ലെങ്കിൽ അവർക്ക് ഈക്വാലിറ്റി ഉണ്ട്. അവര് സെർവൻസ് ഒന്നും അല്ല, അല്ലെ? അല്ലെങ്കിൽ സെർവൻസ് പറഞ്ഞ ആരാണ്? പരിചാരകരൊന്നും അല്ല വീട്ടിലെ. Why the play is important? It shows common problems in families, അല്ലെ? ഫാമിലിയിലെ മിക്കവാറും ഫാമിലിയിൽ നടക്കുന്ന പ്രോബ്ലംസ് ആണ് ഈ പ്ലേയിൽ പറയുന്നത്. It teaches us to value and to respect parents, especially mothers. മിക്കവാറും ആളുകൾ അച്ഛനെ റെസ്പെക്ട് ചെയ്യും, ഓക്കെ? പക്ഷെ അമ്മയെ അങ്ങനെ റെസ്പെക്ട് ചെയ്യില്ല. കാരണം അച്ഛൻ ഒരു ഏർണിംഗ് മെമ്പർ ആണ്. അമ്മ ഒരു പക്ഷെ പൈസ കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ അമ്മ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ബട്ട് നോ വൺ ഈസ് മൈൻഡിങ് ഇറ്റ്, അല്ലെ? കെയറിങ് ഇറ്റ്. പക്ഷെ അങ്ങനെ പാടില്ല, അമ്മയും ഈക്വൽ ആണ്, ഈക്വൽ ആസ് എ പാരന്റ്. ദ മെസ്സേജ് ഈസ് സീരിയസ് ബട്ട് പ്രസന്റഡ് ഇൻ എ ഹ്യൂമറസ് വേ. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആണ് ഈ പ്ലേ കൺവേ ചെയ്യുന്നത്. അതൊരു നർമ്മത്തിലൂടെയാണ്, അല്ലെ? മാജിക്കിലൂടെ അവർ ക്യാരക്ടറിസ്റ്റിക്സ് സ്വിച്ച് ഓൺ ചെയ്യുക. അതായത് ഫിറ്റ്ജെറാൾഡിന്റെ പേഴ്സണാലിറ്റി മിസസ് പിയാസന് കൊടുക്കുക. അപ്പൊ അതൊക്കെ കുറച്ച് ഹ്യൂമറസ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. പക്ഷെ മെസ്സേജ് ഈസ് വെരി റെലവെന്റ് ആൻഡ് വെരി സ്ട്രോങ്. അപ്പൊ നിങ്ങൾക്ക് ഈ പ്ലേ, അതിന്റെ സ്റ്റോറി അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കേൾക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ നോട്ടൊക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആവും. ഓക്കെ, താങ്ക് യു.